സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപം നേരിട്ടതിന് പിന്നാലെ ദീപക് ആത്മഹത്യ ചെയ്തതിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ് ദീപകിന്റെ അമ്മ. പ്രതി ഷിംജിതയ്ക്കെതിരെ കണ്ണൂർ സൈബർ പോലീസിന് പരാതി നൽകി. സഹയാത്രക്കാരുടെ മൊഴിയെടുക്കണമെന്നാണ് ആവശ്യം. ഷിംജിത് ചിത്രീകരിച്ച വീഡിയോയിലുണ്ടായിരുന്ന തന്റെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സഹയാത്രക്കാരി പോലീസിൽ പരാതി നൽകിയത്. അതേസമയം ഷിംജിതയുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നു. സിനോജ് തോമസ് ആണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സിനോജ്, ഇതിലിപ്പോൾ ദീപകിന്റെ അമ്മ ഇതിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സഹയാത്രക്കാരിയുടെ മൊഴിയെടുക്കണമെന്നതാണ് ആവശ്യമെന്നു കൂടിയാണ് അറിയുന്നത്. വിശദാംശങ്ങൾ എന്താണ്? വിനീത, നിർണായകമായ മൊഴി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് എടുത്തില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. അതായത് കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് കണ്ണൂർ പയ്യന്നൂരിലെ ബസ് യാത്രയ്ക്കിടെ പ്രതിയായ ഷിംജിത ദീപക് ഉൾപ്പെടുന്ന വീഡിയോ ദൃശ്യം ചിത്രീകരിച്ച് അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇടുന്നത്. തൊട്ടടുത്ത ദിവസം 17-ാം തീയതി തന്നെ ആ ദൃശ്യത്തിൽ ഉൾപ്പെട്ട മറ്റൊരു സഹയാത്രക്കാരി കണ്ണൂർ സിറ്റി പോലീസിന് സൈബർ സെല്ലിന് പരാതി നൽകിയിരുന്നു. ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ആക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. അന്ന് രാത്രി 17-ാം തീയതി രാത്രിയാണ് ദീപക് കോഴിക്കോട്ടെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നത്. അതിന് പിന്നാലെ ആണ് കുടുംബം ഇത്തരത്തിലൊരു പരാതി നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്ന വിവരം കിട്ടുന്നത്. അങ്ങനെ കുടുംബം ഇന്നലെ കണ്ണൂർ സിറ്റി പോലീസിനെ കണ്ടിരുന്നു. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി. ആ ഘട്ടത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് പറഞ്ഞത് ആ പരാതിക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷിംജിത തന്നെ ആ വീഡിയോ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തെന്നാണ് വിവരാവകാശ മറുപടിയിൽ നൽകിയിരിക്കുന്നത്. അതായത് ദീപക് ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ തന്നെ ഷിംജിത തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലിട്ട വീഡിയോ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ പരാതി അതോടുകൂടി അവിടെ അവസാനിക്കുകയാണ് ചെയ്തത്. പക്ഷേ ദീപകിന്റെ മരണം അന്വേഷിക്കുന്ന കോഴിക്കോട് സിറ്റി പോലീസ് ആ സഹയാത്രക്കാരുടെ മൊഴി എടുത്തില്ല എന്നാണ് കുടുംബത്തിന്റെ പരാതി. അതുകൊണ്ടാണ് ദീപകിന്റെ അമ്മ ഇന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് വീണ്ടും ഒരു പരാതി നൽകിയിരിക്കുന്നത്. ആ സഹയാത്രക്കാരുടെ മൊഴി രേഖപ്പെടുത്തണം. കാരണം അത്തരത്തിൽ ഷിംജിത ആരോപിക്കുന്ന പോലുള്ള സംഭവം ബസ്സിൽ നടന്നോ ഇല്ലയോ എന്ന് ആ സഹയാത്രക്കാരിക്ക് കൃത്യമായി പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ സഹയാത്രക്കാരുടെ മൊഴി രേഖപ്പെടുത്തി കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ദീപകിന്റെ കുടുംബത്തിന്റെ ആവശ്യം. വിനീത, ശരി. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ.